സമിതിക്ക് അത് മനസ്സിലായോ എന്തോന്ന് അറിയില്ല. അതെന്തായാലും അത് എല്ലാവരും മനസ്സിലാക്കണം. അത് ഇതിനകത്ത് സാമ്പത്തിക പ്രതിസന്ധിയൊന്നും ഇതിനകത്ത് വരേണ്ട കാര്യമില്ല. സാമ്പത്തിക പ്രതിസന്ധിയൊന്നും അല്ല ഇതിൻ്റെ കാരണം. സാമ്പത്തിക പ്രതിസന്ധിയൊന്നും അതിനെ അഫക്ട് ചെയ്യാൻ പാടില്ല. ഒരു പൗരന്റെ ജീവിതത്തിനെ സാമ്പത്തിക പ്രതിസന്ധി ഒരു കാരണവശാലും അഫക്ട് ചെയ്യാൻ പാടില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അനാസ്ഥ തുറന്നു പറഞ്ഞ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ കള്ളനാക്കി ചിത്രീകരിക്കുവാനുള്ള സർക്കാരിന്റെ നീക്കം പൊളിഞ്ഞു പാളീസായി. എന്ത് വികലമായ ന്യായങ്ങളാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെയും സൂപ്രണ്ടിനെയും ഉപയോഗിച്ച് ആരോഗ്യവകുപ്പ് നടത്തിയത്. ഒരു റിപ്പോർട്ടുണ്ടാക്കി മെഡിക്കൽ ഉപകരണം കാണാനില്ലെന്ന് പ്രചരിപ്പിച്ച് ഡോക്ടറുടെ മുറിയിൽ കടന്നു കയറി ഏതോ ഒരു ഉപകരണം കണ്ടെത്തിയെന്ന് പറഞ്ഞ് എന്തൊക്കെ കോമാളിത്തരങ്ങളാണ് നടന്നത്. ഒടുവിൽ മന്ത്രി വീണ ജോർജ് ഡോക്ടറെ നേരിൽ കണ്ട് വിവാദം അവസാനിപ്പിച്ചു. ആരോഗ്യവകുപ്പിന്റെ തൊപ്പിയിൽ ഒരു വീഴ്ച കൂടി ഇടം പിടിച്ചു. കഫീൽ ഖാനെ BJP സർക്കാർ വേട്ടയാടിയതിനേക്കാൾ ക്രൂരമായിട്ടാണ് പിണറായി സർക്കാർ. എന്തായിരുന്നു ബഹളം കഫീൽ ഖാനെ വേട്ടയാടിയപ്പോൾ? അതിനേക്കാൾ ക്രൂരമായിട്ടാണ് ഡോക്ടർ ഹാരിസിനെ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ വേട്ടയാടുന്നത്. ഗൂഢാലോചന നടത്തി വേട്ടയാടുക. മുഖ്യമന്ത്രി പിണറായി വിജയനോട് എൻ്റെ അഭ്യർത്ഥന, ആരോഗ്യ മന്ത്രിയോട് ഈ ഹീനമായ നീക്കത്തിൽ നിന്നും പിന്മാറണം എന്നങ്ങ് ആവശ്യപ്പെടണം. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോ സ്വാഭാവികമായിട്ടുള്ള അദ്ദേഹത്തോട് എക്സ്പ്ലനേഷൻ ചോദിച്ചു എന്നുള്ളത് അതൊരു ഡിപ്പാർട്ട്മെന്റ് തല നടപടിയാണ്. സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടി. തിരുവനന്തപുരത്ത് MP-യുടെ ഫണ്ടിൽ നിന്ന് വാങ്ങിച്ച ഒരു ഉപകരണത്തിന്റെ ഒരു ഭാഗം കാണുന്നില്ല എന്നുള്ളത് ഈ അന്വേഷണ സമിതി കണ്ടെത്തി. അപ്പൊ അതിനു മുൻപ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല. അപ്പോ ഈ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിൽ ഇതുണ്ട്, ഇത് കാണുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതൊരു പക്ഷേ നമ്മുടെ ഒരു അന്വേഷണത്തിൽ മാത്രം നിൽക്കുന്നതല്ല. അപ്പോൾ ഈ വിദഗ്ധ സമിതി മറ്റൊരു അന്വേഷണം കൂടി അതിന് സജസ്റ്റ് ചെയ്തു. അപ്പൊ അതിലൊരു ഡിപ്പാർട്ട്മെന്റ് തന്നെ അന്വേഷണം കൂടി നടത്തിയിട്ട് നമ്മുടെ പരിധിയിൽ, കാരണം അതൊരു കളവ് പോയി എന്നുള്ളതാണല്ലോ, അല്ലെങ്കിൽ അവിടെ കാണുന്നില്ല എന്നുള്ളതാണല്ലോ, അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സമിതിയുടെ അന്വേഷണത്തിലാണ്, സമിതി എല്ലാം അവിടെ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ അന്വേഷണം കൂടി നടത്തിയിട്ട് അതിന്റെ എന്താണ് അതിൽ റിപ്പോർട്ട് നോക്കിയിട്ട് അതിന് ഫർദർ ആയിട്ടുള്ള നടപടി സ്വീകരിക്കും. ഡോക്ടർ ഹാരിസിന് പൊതുസമൂഹത്തിൽ കിട്ടുന്ന പിന്തുണ അറിഞ്ഞിട്ടും ആരുടെ ഉപദേശത്തിലാണ് ഈ വിക്രിയകൾ കാട്ടിക്കൂട്ടിയത്? മോർസിലോസ്കോപ്പ് എന്ന മെഡിക്കൽ ഉപകരണം കാണാതായെന്ന് റിപ്പോർട്ടുണ്ടാക്കി ഡോക്ടറെ സംശയനിഴലിലാക്കി. ഡോക്ടർ ഇല്ലാത്ത സമയത്ത് വകുപ്പ് തലവനായ അദ്ദേഹത്തിന്റെ മുറിയിൽ 1 അല്ല 2 ദിവസം പരിശോധന നടത്തി. അതും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും DMEയും ചേർന്ന്. ഡോക്ടറുടെ മുറിയിൽ നിന്ന് മോർസിലോസ്കോപ്പും ബില്ലും കണ്ടെടുത്തെന്ന് പ്രഖ്യാപനം. എന്തോ വലിയ കാര്യം കണ്ടെത്തിയതുപോലെയുള്ള വിചിത്രമായ വാർത്താ സമ്മേളനം. മിനിറ്റുകൾക്കുള്ളിൽ അത് പൊളിഞ്ഞടുങ്ങി. അറിയില്ല മോനെ, സാധനം ഉണ്ടെന്ന് മാത്രം ഞങ്ങൾക്ക് കാണാതായ സേവ് ഉപകരണമാണോ രണ്ടാമത് കണ്ടെത്തിയത്? മോസിലോസ്കോപ്പാണ് കണ്ടെത്തിയത്. വലിയ പെട്ടിയിലുള്ളത് അല്ല, ഇതിൽ എഴുതിയിട്ടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കമ്മിറ്റി സെൻറ്റേഡ് അബൌട്ട് ദ ടിഷ്യൂ മാസ്. ഇത് കമ്മിറ്റി റിപ്പോർട്ടാണ്. ടിഷ്യൂ മാസിലേറ്റർ വിത്ത് മോർസിലോസ്കോപ്പ് which was purchased utilizing Rs 12 lakhs from MP fund, which was allegedly missing from the department. HODS agreed it is partly missing, and however it is not a machine constantly used. These are the reports by. അവിടെ ഞങ്ങൾ ഒരു ഉപകരണം കണ്ടു, അത് പരിശോധിച്ചു. ഞങ്ങൾ ഒരു വിധത്തിൽ ഒരു സെറ്റ് ചെയ്യുന്ന സമയത്താണ് ചെറിയൊരു സംശയം, അവിടെ വേറൊരു ബോക്സും കൂടി ഇരിക്കുന്നു. പക്ഷേ ആ ബോക്സ് മിനിഞ്ഞാന്ന് കണ്ടില്ലായിരുന്നു. അങ്ങനെ ഒരു ബോക്സും കൂടെ കണ്ടപ്പോൾ അതും കൂടെ നോക്കിയപ്പോൾ അതിൽ ചെറിയ രീതിയിലുള്ള ബില്ലുകളും കാര്യങ്ങളും കണ്ടപ്പോൾ അതിൽ എന്തോ അസ്വാഭാവികത ഉണ്ട് എന്ന് തോന്നുകയും അങ്ങനെയാണ് വിശദമായിട്ട് ആ റൂം പരിശോധിക്കാൻ വേണ്ടിക്കൊണ്ട് വീണ്ടും ഞങ്ങൾ കുറച്ച് നേരം ഇരിക്കുകയും അതിനുശേഷം ഞങ്ങൾ നോക്കുകയും അതിനെപ്പറ്റി മനസ്സിലാക്കി പരിശോധിച്ച് ശരിയായ രീതിയിൽ റിപ്പോർട്ട് സർക്കാരിന് നൽകണം എന്നുള്ള ഉദ്ദേശത്തിലാണ് അത് ഇന്നലെ അവസാനിപ്പിച്ചത്. എല്ലാ കാര്യങ്ങളും, അതായത് അതൊരു ഡെലിവറി ചെല്ലാനായിരുന്നു. ഗ്ലോബൽ സൊല്യൂഷൻസുമായിട്ട് സംസാരിച്ചു. അതെല്ലാം മീഡിയയിൽ ഫുൾ വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിലൊരു അന്വേഷണത്തിൻ്റെ ഒന്നും ഒരു ആവശ്യവും ഇല്ല. എല്ലാം വളരെ ക്ലിയർ ആണ്. ഹാരിസ് സാർ ആദ്യം തൊട്ട് പറഞ്ഞതും സംഘടന പറഞ്ഞതും എല്ലാം വളരെ സത്യമാണെന്നുള്ളത് പൊതുജന മധ്യത്തിൽ ബോധ്യപ്പെട്ടു കഴിഞ്ഞു. പിന്നെ ഇനി അതിലെന്തിനാണ് അന്വേഷണം? റിപ്പയർ ചെയ്യാൻ കൊടുത്ത മറ്റൊരു ഉപകരണമാണെന്ന് ഡോക്ടർ ഹാരിസ് പറഞ്ഞതോടെ മറുത്ത് ഒരക്ഷരം മിണ്ടാതെ അതുവരെ ഡോക്ടറെ കുടുക്കാൻ കിണഞ്ഞു ശ്രമിച്ചവർ പിന്മാറി. ഇത് ആരോഗ്യവകുപ്പിന് കിട്ടിയ 1ാം തരം അടിയാണ്. ഡോക്ടർ ഹാരിസ് തൻ്റെ ജോലിയെപ്പോലും ബാധിക്കുന്നതാണെന്ന് അറിഞ്ഞിട്ടും
കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് രോഗികളെ സഹായിക്കാനാണ്. കെടുകാര്യസ്ഥത കണ്ട് മടുത്തിട്ടാണ്. അതിനെ പോസിറ്റീവായി കാണുന്നുവെന്ന് ആദ്യം പറഞ്ഞ ആരോഗ്യമന്ത്രി വീണ ജോർജ് പിന്നീട് ഡോക്ടർ കള്ളനാണെന്ന രീതിയിൽ ഒരു റിപ്പോർട്ട് കാട്ടി സംശയനിഴലിലാക്കി. അതും പോരാഞ്ഞിട്ട് മെഡിക്കൽ ഉപകരണത്തിനായി പരിശോധനയും. ഡോക്ടർക്കെതിരായ റിപ്പോർട്ട് പരസ്യമാക്കാനുള്ള വ്യഗ്രതയും കണ്ടു. ഡോക്ടറുടെ മുറിയിൽ ആരോ കയറിയെന്ന് CCTVയിൽ ഉണ്ടെന്ന് പറഞ്ഞ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ അതിലും ഡോക്ടർ ഹാരിസിനെ സംശയനിഴലിലാക്കി. ഡോക്ടർക്കെതിരെ നടത്തിയ കരുനീക്കങ്ങൾ അവർക്ക് തന്നെ തിരിച്ചടിയായി. അതിലെ സംസാരിക്കുന്ന തെളിവുകൾ ജനങ്ങൾ കണ്ടു കഴിഞ്ഞു. അവരത് നല്ല ബോധ്യത്തോടെ മനസ്സിലാക്കുന്നുണ്ട്. സർക്കാർ സത്യത്തിൽ ഈ ഡോക്ടർക്കെതിരെ നടത്തിയ അപവാദ പ്രചരണങ്ങളും ഭീഷണി പ്രയോഗങ്ങളും എല്ലാം പിൻവലിച്ച് മാപ്പ് പറയണം എന്ന് കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെടുകയാണ്. ഒടുവിൽ എന്തായി? എല്ലാം പൊളിഞ്ഞതോടെ ആരോഗ്യമന്ത്രി ഡോക്ടർ ഹാരിസിനെ കണ്ട് വിവാദം നിർത്താൻ ആവശ്യപ്പെടേണ്ടി വന്നു. ഇനി ഒന്നിനുമില്ലെന്ന് ഡോക്ടറും. പറയാനില്ലാത്തതിനാലല്ല, ഇനി പൊല്ലാപ്പിന് ഇല്ലാത്തതിനാലാണ് ഡോക്ടറുടെ ഈ നിലപാട്. എന്റെ സൈഡിൽ നിന്ന് ഞാനൊന്നുമില്ല. ഞാൻ ഇനിയും ഒരു മാധ്യമങ്ങൾക്കും ഒരു വാർത്തയും പങ്കുവയ്ക്കണം. ഞാനിപ്പോൾ ഇന്ന് കോൺട്രവേഴ്ഷ്യലായിട്ടൊന്നും പറയുന്നില്ല. ഞാൻ മാധ്യമങ്ങളെ കാണരുതെന്നാണ് പിന്നെ എനിക്ക് KGM സീറ്റ് ഞങ്ങളുടെ സംഘടനയുടെ നിർദ്ദേശം. അപ്പം അത് പിന്നെ ഇത്രയും നിങ്ങളോട് പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ഇനിയും നിങ്ങൾക്ക് ഇതിനകത്തുള്ള കാര്യങ്ങൾ KGM സീറ്റ് ഞങ്ങളുടെ സംഘടനയായിട്ട് നിങ്ങൾ ചർച്ച ചെയ്തോളൂ ബാക്കി കാര്യങ്ങളൊക്കെ. ഇനി ഡോക്ടർക്കെതിരെ ഒന്നിനും സർക്കാരുമില്ല. മതിയായി. പൊതുജനങ്ങളുടെ മുന്നിൽ നാണം കെട്ടു. ആരുടെയൊക്കെയോ ഉപദേശം കേട്ട് ചാടിപ്പുറപ്പെട്ട ആരോഗ്യമന്ത്രിയും പെട്ടു. പറഞ്ഞിട്ടുണ്ട്, ദയവായിട്ട് മാഡം വളരെ നമ്മൾ സമാധാനിപ്പിക്കുകയായിരുന്നു. മാഡം മാത്രമല്ല DME ആശുപത്രിയിൽ വന്ന് കണ്ടു. ആശുപത്രിയിൽ വന്നു, മാഡവും DMEയും വന്നു കണ്ടു. അവർ വളരെ നമ്മൾ സമാധാനിപ്പിച്ചു. മാഡം കുറേ സമയം ഇരുന്നു. ഞാനും ആയിട്ട് സംസാരിച്ചു, എൻ്റെ വൈഫായിട്ട് സംസാരിച്ചു. വളരെ കുടുംബകാര്യങ്ങളെല്ലാം ചോദിച്ചു. നല്ല സന്തോഷമായിട്ടാണ് പിരിഞ്ഞത്. ഡോക്ടർമാരുടെ വാർത്താ സമ്മേളനത്തിനിടെ പുറത്തുനിന്ന് നിർദ്ദേശം നൽകിയത് താനാണെന്ന് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർക്ക് സമ്മതിക്കേണ്ടിയും വന്നു. അത് ഞാൻ തന്നെയാണ്. സൂപ്രണ്ടിനെയും പ്രിൻസിപ്പലിനെയും വിളിച്ചത് ഞാൻ തന്നെയാണ്. കാര്യം ഒരുപാട് ക്വസ്റ്റ്യൻസ് അവർ ഫേസ് ചെയ്യുന്നത് ഒരുപാട് അവർക്കും തന്നെ ഒരു സ്ട്രെസ്സായിരുന്നു. അവർ ഒരു ക്ലിനീഷ്യൻസാണ്, അവർ ഡോക്ടേഴ്സാണ്. അവർ മീഡിയനൊക്കെ ആദ്യമായിട്ടാണ് അവർ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളുള്ളതുകൊണ്ട് ഞാൻ അവരെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ എൻക്വയറി റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി, വേറൊന്നും നിങ്ങൾ പറയണ്ട എന്ന് മാത്രം ഞാൻ പറയാൻ വേണ്ടി അവരെ എൻ്റെ വിളിച്ചു. ഞാൻ തന്നെയാണ് വിളിച്ചത്. ഒരു തട്ടിക്കൂട്ട് റിപ്പോർട്ടിൽ ഡോക്ടർ ഹാരിസിനെതിരെ കണ്ടെത്തിയ കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറയാനായിരുന്നു ഫോൺ വഴിയുള്ള ഓർമ്മപ്പെടുത്തൽ. എന്തൊരു വ്യഗ്രത! ആരോഗ്യവകുപ്പിന്റെ സിസ്റ്റത്തിന് ഇത്ര സ്പീഡോ? ആശുപത്രികൾ നന്നാകാൻ ആത്മാർത്ഥമായി ശ്രമിച്ച ഒരു ഡോക്ടറെ കള്ളനാക്കാനായിരുന്നു ഈ സ്പീഡ് എന്ന് മാത്രം.